നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. പണിമുടക്ക് രണ്ടാം ദിവസം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. ഡൽഹി അടക്കം വൻ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നു. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി റോഡ് ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ ഇന്നും ട്രെയിൻ തടയുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ട്രെയിൻ തടഞ്ഞ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജീവനക്കാർ പണിമുടക്കിലായതിനാൽ KSRTC ഇന്നും സർവീസുകൾ നടത്തുന്നില്ല. പണിമുടക്ക് ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ടാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കണ്ണൂരിൽ നിന്ന് മനു ഭരത്, കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, വ്യാപകമായി ട്രെയിൻ തടയൽ ഇന്നും തുടരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രാവിലെ മുതൽ തന്നെ ട്രെയിൻ തടയൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരുന്നു. രാവിലെ 5 മണിക്ക് പുറപ്പെടേണ്ട വേണാട് എക്സ്പ്രസ്സാണ് ആദ്യം തടഞ്ഞത്. 5 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിന് 5:45 ഏകദേശം 45 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത്. പോലീസ് സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം മാത്രമാണ് ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കാനായത്. അതിനുശേഷം 7:15 പുറപ്പെടേണ്ട ശബരി എക്സ്പ്രസ്സാണ് സംയുക്ത സമരസമിതി പ്രവർത്തകർ തടഞ്ഞത്. അത് 8 മണിയോടുകൂടി മാത്രമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാനായത്. കൂടാതെ തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ ചിറയൻകീഴ് വെച്ചും തടഞ്ഞു. ഇത്തരത്തിൽ വ്യാപകമായി തിരുവനന്തപുരം ജില്ലയിൽ ട്രെയിൻ തടയൽ നടക്കുന്നുണ്ട്. KSRTC ബസ്സുകളൊന്നും ഇന്നും സർവീസ് ആരംഭിച്ചില്ല. അതായത് പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായി താറുമാറിയ സ്ഥിതിയാണ്. ഇതിനോടൊപ്പം ട്രെയിനുകൾ കൂടി തടഞ്ഞത് യാത്രക്കാരെ വലിയ രീതിയിൽ വലച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട സമയമാണ്. തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം ജോലിക്ക് എത്തുന്നവരുടെ ഒരു വലിയ തിരക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെടേണ്ടതാണ്. എന്നാൽ ഒട്ടും തിരക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാനില്ല. ഏതാനും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതായത് ആശുപത്രി അടക്കമുള്ള കാര്യങ്ങൾക്ക്, ആശുപത്രിയിൽ പോകാൻ, RCCയിൽ ചികിത്സയിൽ കഴിയുന്നവർ, അത്തരത്തിൽ ഉള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും. ഇന്നും ഹാജർ വലിയ കുറവായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RCCയിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും പ്രത്യേക വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വാഹന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഇപ്പോൾ ആശുപത്രിയിലും മറ്റും പോകുന്നതും. ഉമേഷ്, കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം പല ട്രെയിനുകളും പകുതി വഴിക്ക് യാത്ര അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറെ അധികം ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകി ഓടുന്ന സാഹചര്യമൊക്കെ, അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതായിട്ടോ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചതായിട്ടോ ഉള്ള വിവരങ്ങളുണ്ടോ? ഇതുവരെ ട്രെയിനുകളൊന്നും റദ്ദാക്കിയിട്ടില്ല. പക്ഷേ വരും സമയങ്ങളിൽ, അതായത് ആദ്യ ട്രെയിന് വേണാട് 45 മിനിറ്റ് താമസിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത സാഹചര്യത്തിൽ അതിന് പിന്നാലെ പോകേണ്ട എല്ലാ ട്രെയിനുകളും ലേറ്റാവും. ഇത്തരത്തിൽ ലേറ്റായി കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടഞ്ഞു തുടങ്ങുന്നതോടുകൂടിയാണ് അവസാനം ഉച്ചയോടുകൂടി തന്നെ പല ട്രെയിനുകളും പകുതിയിൽ യാത്ര അവസാനിപ്പിക്കേണ്ട സ്ഥിതി വരുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ നമുക്ക് വരും മണിക്കൂറുകളിൽ അത്തരം ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാകുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ ട്രെയിൻ തടയൽ തുടരുകയാണെങ്കിൽ പല ട്രെയിനുകളും പകുതിയിൽ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് സാഹചര്യം. മുന്നിൽ പോകുന്ന 2 ട്രാക്കുകളാണ് പ്രധാനമായി. ഈ 2 ട്രാക്കുകൾ കൂടിയാണ് ട്രെയിനുകൾ പോകുന്നതെങ്കിൽ ഒരു ട്രെയിൻ തടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിന് പിന്നാലെ വരുന്ന മറ്റെല്ലാ ട്രെയിനുകളും താമസിച്ചോടും. ഈ സിഗ്നൽ സംവിധാനം, നേരത്തെ നിശ്ചയിച്ച സിഗ്നൽ സംവിധാനത്തിൽ ഒരു സിഗ്നൽ സംവിധാനത്തിൻ്റെ സമയം പോലും മാറിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ട്രെയിൻ ഗതാഗതത്തിൻ്റെ സിഗ്നൽ സംവിധാനത്തെ ബാധിച്ചും തുടങ്ങും. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ കുറച്ചു സമയം മാത്രമേ ഒരുപക്ഷെ സമരാനുകൂലികൾ തടയുന്നുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രത്യാഘാതം വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്നലെ സംഭവിച്ചതിന് സമാനമായ സാഹചര്യങ്ങൾ ഇന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. രേണുക. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്തു നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ അവിടെ കടകൾ ചില സ്ഥലങ്ങളിൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. ബ്രോഡ്വേയിലും മറ്റും നല്ല രീതിയിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. IT മേഖലയെ ബാധിച്ചില്ലെങ്കിൽ പോലും പ്രത്യേക സാമ്പത്തിക മേഖലയിലും മറ്റും പണിമുടക്ക് അനുകൂലികൾ ജോലി ചെയ്യാനെത്തിയവരെ തടയുന്ന സാഹചര്യമൊക്കെയായിരുന്നു. ഇന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
രേണുക, പണിമുടക്കിൻ്റെ രണ്ടാം ദിവസവും പ്രധാനമായും അതായത് എടുത്തു പറയേണ്ടത് ഇതിലെ പൊതുഗതാഗത സംവിധാനമാണ്. പൊതുഗതാഗത സംവിധാനം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ വളരെ വ്യാപകമായ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതലായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ പോലും വളരെ രീതിയിൽ അത് ബാധിക്കുന്ന ജില്ല. അപ്പോൾ KSRTC ബസ്സുകൾ കൂടി സർവീസ് മുടക്കുന്നു. ഇതിൽ പൊതുഗതാഗതം ആകെ താറുമാറായിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് എത്തേണ്ട ഇടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തതോ ട്രെയിൻ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്തപ്പെടും എന്നതാണ് അവസ്ഥ. നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ സാധാരണഗതിയിൽ യാത്രക്കാർ ഒരുപാട് എത്തേണ്ട ഒരു സമയം. അതുമാത്രമല്ല, ഓഫീസുകളും മറ്റും സജീവമാകുന്നതിന് നിരവധി പേർ യാത്രക്കാർ ഇവിടേക്ക് എത്തേണ്ട ഒരു സമയവും സ്ഥലവും പരിസരവുമൊക്കെയാണ്. ഇപ്പോൾ ഇത് വളരെ വിജനമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതാനും ചുരുങ്ങിയ ഓട്ടോറിക്ഷകൾ മാത്രം സർവീസ് നടത്തുന്നത്. ഒരു യൂണിയനിലും പെടാതെ സർവീസ് നടത്തുന്നവരാണ് ഇവിടെയുള്ളത്. അയ്യപ്പ ഭക്തർ, തീർത്ഥാടകർ അടക്കമുള്ളവരെ എല്ലാവരും തന്നെ ഇവിടെ വന്നിറങ്ങുന്നവർ, മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തവർ, അങ്ങനെ ഈ രീതിയിലേക്ക് മൊത്തത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. മെട്രോ സർവീസ് നടത്തുന്നതാണ് നഗരത്തിലുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇന്ന് 9:30 മണിയോടുകൂടി എത്തുന്ന പാലരുവി എക്സ്പ്രസ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സമരാനുകൂലികൾ തടയും. രാവിലെ തൊഴിലാളികൾ കോട്ടയം നിലമ്പൂർ പാസഞ്ചർ കളമശ്ശേരികൾ തടഞ്ഞിരുന്നു. ഇന്ന് ഇപ്പോൾ പാലരുവി എക്സ്പ്രസ് കൂടി തടയുന്നു. ഇത് ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി ബാധിക്കും. 9:40 ആലുവയിൽ KK എക്സ്പ്രസും തടയുന്നുണ്ട്. ഇത് നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഒരു സമയങ്ങളിലെ ഷെഡ്യൂളുകളെല്ലാം തന്നെ കാര്യമായ രീതിയിൽ തന്നെ മാറ്റം വരാനും വൈകാനും അതോടൊപ്പം തന്നെ ചിലത് സർവീസുകൾ ഒരുപക്ഷെ അതിനെ റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ബാധിക്കാനും ഇടയുണ്ട്. ഏതായാലും തൊഴിലാളികളുടെ പ്രകടനം റെയിൽവേ സ്റ്റേഷന് അകത്തേക്കാണ്. ഇവിടെ ട്രെയിൻ തടയുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ഓഫീസുകളെയും മറ്റും ഹാജർ നിലയെ സമരം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ വ്യവസായ മേഖലയിലുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ തടഞ്ഞിരുന്നു. ഇന്നും തൊഴിലാളികൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പോലീസും അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. IT മേഖലയെ ബാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന ബ്രോഡ്വേയിലെ വ്യാപാര കേന്ദ്രങ്ങൾ ഇത് സജീവമാണ്. മറ്റിടങ്ങളിലും കടകൾ തുറന്നിട്ടുണ്ട്. പൊതുവെയുള്ളൊരു വാണിജ്യ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നതിന് എങ്ങനെയെന്നുള്ളതും ചോദ്യമാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ ഉപരോധിക്കും. രേണുക, ഞാനിപ്പോഴാണ് കൊച്ചിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ പണിമുടക്ക് പൂർണ്ണം തന്നെയാണ്. ട്രെയിൻ തടയൽ ഉൾപ്പെടെയുള്ള നടപടികൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതേസമയം ബ്രോഡ്വേയിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഡാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണൻ ചേരുന്നുണ്ട്. പ്രദീപ്, കോഴിക്കോട്ട് പണിമുടക്ക് പൂർണ്ണം തന്നെയാണോ? രണ്ടാം ദിവസവും ഇന്നലെ മിഠായി തെരുവിലും മറ്റും കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഗതാഗത സംവിധാനങ്ങൾ ഇന്നലത്തേതുപോലെ നിശ്ചലമാണോ? രേണുക, കോഴിക്കോട് പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാണ്. കാരണം KSRTC സ്വകാര്യ ബസ്സുകളൊന്നും തന്നെയും നിരത്തിലിറങ്ങുന്നില്ല. എങ്കിൽ പോലും മെഡിക്കൽ കോളേജിലേക്ക് മാത്രമാണ് ഇന്ന് രാവിലെ ചുരുക്കം 1-2 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത്. അത് ഒഴിച്ചു നിർത്തിയാൽ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും നിശ്ചലമാണ്. ഓട്ടോ ടാക്സികളുടെയും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് കോഴിക്കോടുള്ളത്. ചുരുക്കം ചില ഓട്ടോകൾ, അതായത് BMS യൂണിയൻ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും ഈ യൂണിയന്റെ ഭാഗമായ തൊഴിലാളികൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ചുരുക്കം ചില ഓട്ടോ ടാക്സികൾ മാത്രമേ കോഴിക്കോട് നിരത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നലെയും സമാനമായ അവസ്ഥയായിരുന്നു. എന്തുതന്നെയായാലും റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് അവരുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും പോലീസ് ഒരുക്കുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. ഇന്നലെ വ്യാപാരികൾ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആളുകൾ നിരത്തിലിറങ്ങാത്തതിനാൽ, ആളുകൾ നഗരങ്ങളിലേക്ക് എത്താത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളെ തുറന്ന് എങ്കിൽ കൂടിയും ഏറെ ദോഷകരമായി ബാധിച്ചു. വരുമാനത്തിലുൾപ്പെടെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഹോട്ടൽ ശൃംഖലകളുടെ കാര്യവും സമാനമായ ഒരവസ്ഥ തന്നെയാണ്. ഹോട്ടലുകൾ, ചുരുക്കം ചില ഹോട്ടലുകൾ മാത്രമേ ഇന്നലെയും ഇന്നും തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഇവിടെയും കച്ചവടം നന്നേ കുറവാണെന്നാണ് ഉടമകളൊക്കെ തന്നെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ഹർത്താൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിവാക്കണമെന്നാണ്. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാലും ഈ വാഹനങ്ങൾ ഇല്ലാത്തത് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്നലെ വൈകുന്നേരം വ്യാപാരികൾ പറഞ്ഞിരുന്നു.
എന്തായാലും പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണമാണെന്ന് തന്നെ പറയാം. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. കോഴിക്കോട് ഇന്ന് ട്രെയിൻ തടയില്ല എന്നാണ് യൂണിയൻ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ച വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമയം വരെയും ട്രെയിൻ തടയിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ മലബാർ മേഖലയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്നലെ കണ്ണൂർ ജില്ലയിലാണ് പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് മനു ഭരത് കൂടി ചേരുന്നു. മനു, കണ്ണൂരിൽ എന്താണ് സാഹചര്യം? ഇന്നലെ ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയായിരുന്നു കണ്ണൂരിൽ. കടകൾ ഉൾപ്പെടെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന സ്ഥിതി തന്നെയാണോ ഇന്നും? രേണുക, സമാനമായ സാഹചര്യം തന്നെ കണ്ണൂരിൽ തുടരുന്നു. ഹർത്താലിന്റെ അതേ പ്രതീതി തന്നെയാണ്. ഇന്നും ഇവിടെ ട്രെയിൻ തടയുന്നതിന് വേണ്ടി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. എന്നോടൊപ്പമുള്ളത് CP സന്തോഷ് കുമാർ ദേവ്, AITUസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. എങ്ങനെ കാണുന്നു ഇന്നത്തെ സമരം? എങ്ങനെ മുന്നോട്ട് പോകും? ഏത് രീതിയിലാണിത്? ഇന്നലത്തെക്കാളേറെ ശക്തിയോടുകൂടി ഇന്ന് സമരം വളരെ സജീവമാണ്. കണ്ണൂർ ജില്ലയിൽ 166 കേന്ദ്രങ്ങളിൽ, സമര കേന്ദ്രങ്ങളിലാണ് ഇന്നലെ പണിമുടക്കിയ തൊഴിലാളികളും അതിനെ പിന്തുണക്കുന്നവരും ഒത്തുകൂടി അവരുടെ പ്രതിഷേധം അറിയിച്ചത്. ആ സമരകേന്ദ്രം വൈകുന്നേരങ്ങളിലും തുടരുകയായിരുന്നു. ഇന്ന് കാലത്ത് പയ്യന്നൂർ, കണ്ണപുരം, തലശ്ശേരി, കണ്ണൂർ ഈ റെയിൽവേ സ്റ്റേഷനുകളിലും പണിമുടക്കിയ തൊഴിലാളികൾ ഉൾപ്പെടെ വളരെ സജീവമായി പ്രതിഷേധം അറിയിക്കുന്നതിനു വേണ്ടി, ട്രെയിൻ തടയുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. തൊഴിലാളികളുടെ പ്രകടനം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ തടഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ ഇന്നലത്തെക്കാളേറെ ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി വിവരങ്ങൾ പങ്കുവച്ചതിന്. രേണുക, അതാണ് ഇന്നും ഇവിടെ ട്രെയിൻ തടയുന്നു. 4 കേന്ദ്രങ്ങളിൽ ട്രെയിൻ തടയലുണ്ടാവും. ചുരുക്കം ചില ഓട്ടോറിക്ഷകളെ നമുക്ക് നിരത്തിൽ കാണാൻ കഴിയും. എന്നാൽ ബഹുഭൂരിപക്ഷം മോട്ടോർ തൊഴിലാളികളും സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിരത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സമരാനുകൂലികൾ ഇപ്പോൾ ഒരു പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പാണ്. അല്പസമയത്തിനകം ഈ പ്രകടനം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നും ട്രെയിൻ തടയും. ഒരുപക്ഷെ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ് ആയിരിക്കും ഇന്ന് തടയുക എന്നാണ് പൊതുവെ അറിയുന്നത്. ഏതായാലും 4 കേന്ദ്രങ്ങളിൽ ട്രെയിൻ തടയും. KSRTCകൾ നിരത്തിലില്ല. ഹാജർ നില ഇന്നലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കുറവായിരുന്നു. പൂർണ്ണമായും പലതും അടഞ്ഞുകിടന്നുവെന്ന് തന്നെ പറയാം. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഹാജർ നില വളരെ കുറവാണ്. പണിമുടക്ക് എല്ലാ അർത്ഥത്തിലും ജനജീവിതത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ ആണ് കരുതേണ്ടത്. കണ്ണൂരിൽ നിന്ന് മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണമാണ്. കടകൾ തുറന്നിട്ടില്ല. ഗതാഗത സംവിധാനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. ഹർത്താലിന് സമാനമായ സാഹചര്യം ഇന്നും. സംവരണ ബിൽ രാജ്യസഭയിൽ. ലോക്സഭ പാസാക്കിയ സംവരണ ബിൽ ഇന്ന് രാജ്യസഭയിലെത്തും. രാജ്യസഭയിലും കാര്യമായ എതിർപ്പുകളില്ലാതെ ബിൽ പാസാക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 3 പേർ മാത്രമാണ് ബില്ലിനെ എതിർത്തത്. KP അഭിലാഷ് ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, രാജ്യസഭയിൽ എപ്പോഴായിരിക്കും ബിൽ അവതരിപ്പിക്കുക? പാസാക്കാൻ കഴിയും എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷകൾ അത് സഫലമാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസും CPIയും ഈ ബില്ല് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്നും സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന്റെ ഘട്ടത്തിൽ ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായത്. 3 അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ എതിർത്തത്. 323 അംഗങ്ങൾ അനുകൂലിക്കുകയും ചെയ്തു. സമാനമായ സാഹചര്യം ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. BSP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിലെ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമല്ല. 89 അംഗങ്ങൾ മാത്രമാണ് NDAയിൽ ഉള്ളത്. 117ഓളം UPA അംഗങ്ങളുമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഓരോ പാർട്ടിയും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ഈ രാഷ്ട്രീയ നീക്കത്തെ എതിർക്കുമെങ്കിലും വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഇന്ന് മറ്റ് 5 ബില്ലുകൾ കൂടി ടേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് എപ്പോഴായിരിക്കും ചർച്ചയ്ക്ക് വരിക എന്നതിൽ നമുക്ക് ഇപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കില്ല. രേണുക. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. KPCC പുനഃസംഘടനയിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടാകില്ല. നിലവിലെ ഭാരവാഹികളിൽ ഭൂരിഭാഗവും തുടരും.
AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തും. KPCC പ്രസിഡന്റിന് താൽപര്യമുള്ള ചിലരെ കൂടി ഉൾപ്പെടുത്തി തൽക്കാലം പുനഃസംഘടന എന്നതിനോടാണ് AI ഗ്രൂപ്പുകൾക്ക് യോജിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ സമ്പൂർണ്ണ അഴിച്ചുപണി അപ്രായോഗികമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ നിലവിലെ 12 ജനറൽ സെക്രട്ടറിമാരിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല. വർക്കിംഗ് പ്രസിഡന്റുമാരുള്ളതിനാൽ ഉപാധ്യക്ഷന്മാരെ നിയമിക്കാൻ കഴിയില്ല. പുതുതായി 3 ജനറൽ സെക്രട്ടറിമാരെ കൂടി നിയമിക്കും. നിലവിലെ 30ഓളം സെക്രട്ടറിമാരിൽ ഭൂരിഭാഗം പേരും തുടരും. പ്രവർത്തന മികവില്ലാത്തവരെ ഒഴിവാക്കും. മുൻ DCC പ്രസിഡന്റുമാർക്ക് അവസരം ലഭിച്ചേക്കും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ രാവിലെ ചർച്ച നടത്തി ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്തും. തുടർന്ന് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി ഭാരവാഹികളെ അന്തിമമായി തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ജനറൽ സെക്രട്ടറിമാരെയും സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാനാണ് നീക്കം. ന്യൂസ് 18 ഡൽഹി. നവകേരള നിർമ്മാണത്തിന് പ്രത്യേക പാക്കേജും ആശയങ്ങളുമായി സംസ്ഥാന ബജറ്റ് തയ്യാറാകുന്നു. നവോത്ഥാന മ്യൂസിയവും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകും. പ്രളയം കിഫ്ബിയെ മാന്ദ്യത്തിലാക്കിയെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ജനുവരി 31-നാണ് സംസ്ഥാന ബജറ്റ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള നൂതന ആശയങ്ങളാകും തന്റെ 10ാമത്തെ ബജറ്റിന്റെ കാതലെന്ന് തോമസ് ഐസക്. പ്രധാന ഊന്നൽ കേരള പുനർനിർമ്മാണം തന്നെയായിരിക്കും. അതിൽ വലിയ തുകകൾ പറയലല്ല. തുകകളൊക്കെ ഒരുപക്ഷെ റീബിൽഡിന്റെ സ്കീമും ഒക്കെ വരുമ്പോഴാണ് വരത്തുള്ളതായിരിക്കും. ഒരു 10-20 ഐഡിയാസ് കേരളത്തെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായത്. അപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് പോകും. പരിമിതമായ വിഭവങ്ങളെ ആശ്രയിച്ചും കേന്ദ്ര സർക്കാരിൽ അധികം പ്രതീക്ഷ വയ്ക്കാതെയുമാകും ബജറ്റ് തയ്യാറാക്കുക. GST വരുമാനത്തിൽ കുറവുണ്ടായതിനാൽ പ്രളയ സെസ്സിൽ നിന്ന് കാര്യമായ ഗുണം പ്രതീക്ഷിക്കുന്നില്ല. 1% ഇപ്പൊ സെസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. 500 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 28 ഉണ്ടായിരുന്ന മുഴുവൻ 18 ആക്കി. 10%. അപ്പോൾ എത്ര ആയിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്? ഇതാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കാതിരിക്കാനുള്ള മുഖ്യ കാരണം. ഏറെ പ്രതീക്ഷ അർപ്പിച്ച കിഫ്ബി പ്രളയത്തിനു ശേഷം മാന്ദ്യത്തിലായെന്നും ഐസക് വ്യക്തമാക്കുന്നു. കിഫ്ബി ഈ പ്രളയമൊക്കെ വന്നപ്പോൾ വീണ്ടും മാന്ദ്യത്തിലായി. എന്നും എല്ലാം നിർത്തിവെച്ചിരിക്കുകയല്ലായിരുന്നു 3 മാസം. ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷം ഒരു 20,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കും. പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. ഈ വർഷം ഏതാണ്ട് 45,000 കോടി രൂപയുടെ അനുമതി കൊടുത്തിരിക്കും. നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് ഐസക്കിന്റെ മറുപടി: ജനങ്ങളുടെ ആശുപത്രി, ജനങ്ങളുടെ സ്കൂള്, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വളരെ ഉദാരമായ സമീപനമല്ലേ. കാരണം വലിയ മൂലധന ചെലവ് വരുന്നതൊക്കെ ബഡ്ജറ്റിന് പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്, കിഫ്ബി വഴിയും ലൈഫ് വഴിയുമൊക്കെ. അപ്പോൾ ബഡ്ജറ്റിനുള്ളിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് സ്വീകരിക്കുന്ന സമീപനം. ന്യൂസ് 18 തിരുവനന്തപുരം. നാഷണൽ സെക്യുലർ കോൺഫറൻസുമായി ലയിക്കുന്നതിന് INL പ്രവർത്തക സമിതി തീരുമാനം. PT റഹീമും കാരാട്ട് റസാഖും CPM സ്വതന്ത്രരായി മത്സരിച്ചതിനാൽ INL നേതൃപദവികളിൽ ഉണ്ടാവില്ല. INL-ൽ ലയിക്കാൻ പാർട്ടി നേരത്തെ തീരുമാനിച്ചതാണ് എന്ന് PT റഹീം MLA പ്രതികരിച്ചു. INL-ന് ഇടതുമുന്നണി പ്രവേശനം ലഭിച്ച സാഹചര്യത്തിലാണ് PT റഹീം MLA ചെയർമാനായ നാഷണൽ സെക്യുലർ കോൺഫറൻസുമായുള്ള ലയന നീക്കം വേഗത്തിലായത്. ലയനത്തിന് INL സംസ്ഥാന പ്രവർത്തക സമിതി അംഗീകാരം നൽകി. നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതാക്കൾക്ക് ഏതൊക്കെ പദവികൾ നൽകണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. CPM സ്വതന്ത്ര MLA-മാരായതിനാൽ PT റഹീമും കാരാട്ട് റസാഖും പാർട്ടി നേതൃപദവികൾ ഇപ്പോൾ ഏറ്റെടുക്കില്ല. ഇരുവരും പാർട്ടിയുമായി സഹകരിക്കുമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് അറിയിച്ചു. അഡ്വക്കേറ്റ് PT റഹീം സാഹിബ് MLA അതിന്റെ ചെയർമാനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ അദ്ദേഹം CPIM-ന്റെ നിയമസഭാ കക്ഷിയിൽ അംഗമാണ്. അദ്ദേഹത്തിന് ഒരു വേറൊരു പാർട്ടിയിൽ അംഗമാവാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ സഹകരണം നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും. ലയനം ഉടനുണ്ടാകുമെന്നും PT റഹീം MLA പ്രതികരിച്ചു. തീരുമാനത്തിൽ പോവല്ല. തീരുമാനം നേരത്തെ 6 മാസം മുമ്പേ അവർ LDF എടുത്താൽ ജയിക്കണം എന്നുള്ള തീരുമാനം നേരത്തെ എടുത്താണ്. അപ്പൊ അവരെ കഴിഞ്ഞ 22-ാം തീയതി അവർ ഡിക്ലെയർ ചെയ്തത്. താനൂർ MLA V അബ്ദുറഹ്മാൻ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ടിക്കറ്റിലാണ് മത്സരിച്ചത്. എന്നാൽ അബ്ദുറഹ്മാൻ ലയനത്തിനൊപ്പം ഉണ്ടാകില്ല. ലയന സമ്മേളനം നടത്തി ശക്തി തെളിയിക്കാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. പേരാമ്പ്ര എരവട്ടൂരിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. വെട്ടുവർകണ്ടി ശ്രീധരന്റെ വീടിന് നേരെ പുലർച്ചെ 1:15-ഓടെയാണ് ബോംബേറുണ്ടായത്. ആർക്കും പരിക്കില്ല. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിന് പിന്നാലെ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ പേരാമ്പ്രയിലും പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥലത്ത് പോലീസ് ആക്ട് പ്രകാരം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ബോംബേറുണ്ടായത്.
ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ബീജിംഗ് സന്ദർശിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് കിം ഉന്നതതല ചർച്ചയ്ക്കെത്തിയത്. ചൈന അമേരിക്ക നിർണായക വാണിജ്യ ചർച്ചകൾക്കിടെയുള്ള കിം ജോങ് ഉന്നിന്റെ ബീജിംഗ് സന്ദർശനം ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇരു രാജ്യങ്ങളും സന്ദർശനം സ്ഥിരീകരിച്ചു. ഒരു വർഷത്തിനുള്ളിൽ കിം നടത്തുന്ന 4ാമത്തെ ചൈനീസ് പര്യടനമാണ് ഇത്. മകരജ്യോതി ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സൌകര്യങ്ങൾ പരിമിതമെന്ന ആക്ഷേപമുയരുന്നു. 8 വ്യൂ പോയിന്റുകളാണ് മകരജ്യോതി ദർശനത്തിനായി ഉള്ളത്. ഇവിടങ്ങളിൽ പലയിടത്തും കാടും ദുർഗന്ധവുമാണ്. മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനും 5 നാൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും. പാണ്ടിത്താവളമാണ് തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായുള്ള പ്രധാന കേന്ദ്രമാക്കാറ്. ഇവിടെ പുതിയ കെട്ടിടത്തിനായി കൂട്ടിയിട്ടിരിക്കുന്ന പാറക്കല്ലുകൾ വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. NSS ആശുപത്രിക്ക് സമീപം മകരജ്യോതി ദർശിക്കുന്ന ഇടം ദുർഗന്ധപൂരിതമാണ്. BSNL ഓഫീസിന് സമീപമുള്ള വ്യൂ പോയിന്റ് കാടുമുടിയും കിടക്കുന്നു. പ്രളയം തകർത്ത പമ്പയടക്കമുള്ള 8ഓളം വ്യൂ പോയിന്റുകളിൽ ഇതുതന്നെയാണ് അവസ്ഥ. അതേസമയം വ്യൂ പോയിന്റുകളിലെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് N. വിജയകുമാർ പറഞ്ഞു. പാണ്ടിത്താവളത്തിനടുത്തുള്ള BSNL ഓഫീസിന്റെ താഴെ ഉള്ള കുറ്റിക്കാടെന്ന് പറയുന്നത് അത് വനം വകുപ്പിന്റെ കീഴിലുള്ളതാണ്. വനം വകുപ്പാണ് വൃത്തിയാക്കേണ്ടത്. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി മിനിസ്റ്റർ തലത്തിൽ തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് അത് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ കാത്തിരിക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ മുൻകരുതലുകളും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ജ്യോതി ദർശനം അപകടമില്ലാത്ത വിധമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്താൻ സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. അംഗപരിമിതർക്ക് സഹായവുമായി കിംസ് ആശുപത്രി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളം, തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ നിർധനർക്ക് കൃത്രിമ കാലുകൾ നൽകാനാണ് ആശുപത്രിയുടെ തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ ഇന്ന് 15 പേർക്ക് കൃത്രിമ കാലുകൾ വെച്ചുപിടിപ്പിക്കും. ജീവകാരുണ്യ സംഘടനയായ ഭഗവാൻ മഹാവീർ വികലാംഗ സഹായ സമിതിയുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കിംസ് ജയ്പൂർ ഫുഡ് സെന്ററാണ് സൗജന്യ പദ്ധതി നടപ്പാക്കുന്നത്. കാൽമുട്ടിന് മുകളിലും താഴെയും മുറിച്ചു മാറ്റപ്പെട്ടവർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകും. മഹാവീർ സഹായ സമിതി ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലെ 1.73 ദശലക്ഷം പേർക്ക് ഇതുവരെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. അംഗപരിമിതരുടെ ആത്മാഭിമാനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കിംസ് MDയും ചെയർമാനുമായ ഡോക്ടർ MI സഹദുള്ള പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ കയ്യോ കാലോ ആംബ്യൂട്ടേറ്റ് ചെയ്ത് വന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട്, ടോട്ടലി ഫ്രീ ആയിട്ട് ആ ആർട്ടിഫിഷ്യൽ ലിംബ് കൊടുക്കുക എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മഹാവീർ വികലാംഗ സഹായ സമിതി സ്ഥാപകൻ DR മെഹ്ത ഇന്ന് നിർവഹിക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ ഏറ്റവും അറിയിക്കുന്ന ആൾ തന്നെയാണ് പത്മഭൂഷൺ ഡോക്ടർ DR മെഹ്ത. 0413041113 എന്ന നമ്പറിൽ രജിസ്ട്രേഷൻ നടത്താം. ന്യൂസ് 18 തിരുവനന്തപുരം.